السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 56-ാം അധ്യായം സൂറത്തുൽ വാഖിയയുടെ 1 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസിൽ നാം പഠിച്ചു മനസ്സിലാക്കിയത്. വലിയ പാപങ്ങളിൽ ശഠിച്ചു നിൽക്കുകയും പശ്ചാത്തപിക്കാൻ തയ്യാറാവാതിരിക്കുകയും മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുകയും ഞങ്ങൾ എല്ലും മണ്ണുമായി കഴിഞ്ഞാൽ ഞങ്ങളെയും പൂർവ്വപിതാക്കളെയും ആര് ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന് ചോദിക്കുകയും ചെയ്തവരോട് നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും അറിയപ്പെട്ട ഒരു ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടുന്നതാകുന്നു എന്ന് പറയുന്ന ഭാഗമാണ് നാം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ഇന്നകും الضالون المكذبون لآكلون من شجر من زقوم فمالئون منها البطون فشاربون عليه من الحميم فشاربون شرب الهيم هذا نزلهم يوم الدين نحن خلقناكم فلولا تصدقون أفرأيتم ما تمنون أأنتم تخلقونه أم نحن الخالقون نحن قدرنا بينكم الموت وما نحن بمسبوقين على أن نبدل أمثالكم وننشئكم فيما لا تعلمون ولقد علمتم النشأة الأولى فلولا تذكرون أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون ثم إنكم സത്യ നിഷേധികളായ പരലോകത്തെ നിഷേധിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഖുൽ, നബിയെ പറയുക, ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ, ആദ്യ തലമുറയും പിന്നീട് വരുന്നവരും എന്ന് പറഞ്ഞാൽ മുഴുവൻ മനുഷ്യരും എന്നർത്ഥം.
ലമജ്മൂഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം, അറിയപ്പെട്ട ഒരു ദിവസത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാകുന്നു. അതാകുന്നു ദാലിക യൗമുത് തഗാബുൻ. യൗമുത് തഗാബുൻ എന്ന് പറയുന്ന യൗമുൽ ജമഅ, യൗമു അൽ ജമഅ എന്നറിയപ്പെടുന്ന ഖിയാമത്ത് നാൾ. അവരോട് തന്നെ പറയപ്പെടുകയാണ്, സുമ്മ പിന്നീട്, ഇന്നക്കും തീർച്ചയായും നിങ്ങൾ, അയ്യുഹദ്ദാല്ലൂൻ ഓ വഴി പിഴച്ചവരെ, ضل യദില്ലു ضലാലൻ, ضل എന്ന് പറഞ്ഞാൽ വഴി തെറ്റിപ്പോവുക, യദില്ലു ضലാലൻ, അയ്യുഹദ്ദാല്ലൂൻ, ضال എന്ന് പറഞ്ഞാൽ വഴി തെറ്റിയവൻ, അയ്യുഹദ്ദാല്ലൂനൽ മുഖദ്ദിബൂൻ, മുഖദ്ദിബ് എന്ന് പറഞ്ഞാൽ കളവാക്കിയവൻ, നിഷേധിച്ചവൻ. കദ്ദബ യുകദ്ദിബു തക്ദീബ, അൽ മുഖദ്ദിബു ഹുവല്ലദീ യുകദ്ദിബ്. സുമ്മ ഇന്നക്കും അയ്യുഹദ്ദാല്ലൂനൽ മുഖദ്ദിബൂൻ, കളവാക്കി നിഷേധിച്ച വഴിപിഴച്ചവരെ, പിന്നീട് നിങ്ങൾ ലആകിലൂൻ ഭക്ഷിക്കുന്നവരാകുന്നു. അക്കല യഅ്കുലു അക്ലൻ വഹുവ ആകിലുൻ. അക്കല എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുക, ആക്കിൽ എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കുന്നവൻ. ലആകിലൂൻ നിശ്ചയമായും നിങ്ങൾ ഭക്ഷിക്കുന്നവരാകുന്നു. മിൻ ഷജരിൻ, ഷജർ എന്ന് പറഞ്ഞാൽ ഷജറത്തുൻ വൃക്ഷം. അറബിയിൽ വൃക്ഷത്തിനെ അതിന് സ്ത്രീലിംഗവും പുല്ലിംഗവും രണ്ടും ഉപയോഗിക്കും. ഷജർ, ഷജറ, ഷജറുൻ വ ഷജറത്തുൻ രണ്ടും ഉപയോഗിക്കും. മിൻ ഷജരിൻ ഒരു വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതാകുന്നു. ഏതാണ് ആ വൃക്ഷം? മിൻ സഖൂം, സഖൂം എന്ന വൃക്ഷത്തിൽ നിന്ന്. സഖൂം എന്ന വൃക്ഷത്തിൻ്റെ പ്രത്യേകത, ഇന്ന ഷജറത്ത സഖൂം ത്വആമുൽ അസീം കൽ മുഹ്ലി യഗ്ലീ ഫിൽ ബുത്തൂൻ കഗലിയിൽ ഹമീം. ഷജറത്തു സഖൂം നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന ഒരു വൃക്ഷമാണ്. നരകത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു വൃക്ഷമാണ് സഖൂം. അതിൻ്റെ കായകൾ റുഊസു ഷയാത്തീൻ, പിശാചിൻ്റെ തല പോലെ നിൽക്കുന്നതാണ്. പിശാചുക്കളുടെ തലമുടി പോലെ ഒരു പ്രത്യേക രൂപത്തിലാണ്. അത് കഴിച്ചാൽ കുടല് വരെ കത്തി കരിഞ്ഞ് ചാമ്പലായി പോകും. ഉരുകിയ ലോഹം അത് ഉരുകിത്തിളയ്ക്കുന്നത് പോലെ വയറ്റിൽ കിടന്ന് തിളച്ചു മറയുന്ന ഒരു തരം കായ്കനിയാണ് ഈ സഖൂം എന്ന വൃക്ഷത്തിലുള്ളത്. തൽഉഹാ കഅന്നഹു റൂഉസു ഷയാത്തീൻ, അതിൻ്റെ തൊൽഅ്, അതിലെ കായ്കൾ അത് പിശാചിൻ്റെ തല പോലെയാണ്. അങ്ങനെയുള്ള വളരെ ഭീതിപ്പെടുത്തുന്ന ഒരു വൃക്ഷമാണ് സഖൂം എന്ന വൃക്ഷം. അതിൽ നിന്നുള്ള കായ്കനികൾ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് നരകത്തിൽ വെച്ച് അവർ കഴിക്കുന്നതാണ്. അതാണ് ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം, സഖൂം എന്ന വൃക്ഷത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുന്നതാകുന്നു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഫമാലിഊന മിൻഹൽ ബുത്തൂൻ, ഫമാലിഊന മിൻഹ, മലഅ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. യംലഉ മലഅൻ നിറയ്ക്കൽ. മാലി എന്ന് പറഞ്ഞാൽ നിറയ്ക്കുന്നവൻ. മലഅ യംലഉ മൽഅൻ ഫഹുവ മാലിഉൻ. മലഅ യംലഉ മൽഅൻ, മാലി എന്ന് പറഞ്ഞാൽ നിറയ്ക്കുന്നവൻ, മലഅ എന്ന് പറഞ്ഞാൽ നിറയ്ക്കുക. ഫമാലിഊന മിൻഹ, അതിൽ നിന്ന് നിങ്ങൾ നിറയ്ക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ആ ഷജറത്തിൽ നിന്ന്. എന്തിനെ നിറയ്ക്കും? അൽ ബുത്തൂൻ, നിങ്ങളുടെ വയറുകളെ. ബത്തുനിൻ്റെ ജംആണ് ബുത്തൂൻ, വയറുകൾ. നിങ്ങളതിൽ നിന്ന് തിന്ന് വയറ് നിറയ്ക്കും. നിങ്ങൾ നോക്കൂ, ഇറക്കാൻ പറ്റാത്ത ഒരു കായ്കനി, ഉരുകിയ ലോഹം പോലെ തിളച്ചു മറയുന്ന ഒന്ന്, കുടല് വരെ കത്തിപ്പോകുന്ന അത്രയും മോശമായ നരകത്തിൽ മുളച്ചു പൊന്തിയ ഒരു വൃക്ഷത്തിൻ്റെ അവസ്ഥ എന്താണ്? നരകത്തിലാണ് അതുണ്ടായത് തന്നെ. അപ്പോൾ അതിലെ കായ്കനിയുടെ അവസ്ഥയും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ.
പക്ഷേ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് തിന്ന് നിറയ്ക്കുന്നതാണ്. അപ്പോൾ ആ വിശപ്പിൻ്റെ കാഠിന്യം എത്രയായിരിക്കും? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം നരകത്തിൽ അത്രയും കഠിനമായ വിശപ്പാണ്. ആ വിശപ്പിൻ്റെ കാഠിന്യം കൊണ്ട് ഇത്രയും ഭീകരമായ ഒരു ഭക്ഷണം, ഒരു കായ്കനി തിന്ന് നിറയ്ക്കും. ലആകിലൂന മിൻ ഷജരിൻ മിൻ സഖൂം ഫമാലിഊന മിൻഹൽ ബുതൂൻ. അങ്ങനെ നിങ്ങൾ വയറ് നിറയ്ക്കും. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം കുടിക്കണം. മനുഷ്യൻ്റെ ഒരു പ്രകൃതമാണ്, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതമാണ്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. ഫശാരിബൂന അലൈ, അതിൻ്റെ മേലെ നിങ്ങൾ കുടിക്കും. ശരിബ യശ്റബു ഷർബൻ വഷുർബ, കുടിക്കുക. ഷാരിബ് എന്ന് പറഞ്ഞാൽ കുടിക്കുന്നവൻ. ഫശാരിബൂന അലൈ, അതിനുശേഷം അതിൻ്റെ മേലെ നിങ്ങൾ കുടിക്കും. മിനൽ ഹമീം, ഹമീമിൽ നിന്ന്. നമ്മൾ നേരത്തെ പഠിച്ചു ഫീ സമൂമിൻ വ ഹമീം. ഹമീം എന്ന് പറഞ്ഞാൽ ചുട്ടു തിളച്ച വെള്ളമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ഗായത്തിലെത്തിയത്. ഇനി അങ്ങോട്ട് തിളയ്ക്കാനില്ല എന്നർത്ഥം. അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ, അള്ളാഹു സൃഷ്ടിച്ചതിൽ വെച്ച് ഇനി അങ്ങോട്ട് തിളയ്ക്കാനില്ല. അതിനേക്കാൾ കൂടുതൽ ഉണ്ടാക്കാൻ അള്ളാഹുവിന് കഴിവില്ലാഞ്ഞിട്ടല്ല, പക്ഷേ നിലവിൽ റഹ്മാനായ റബ്ബ് സൃഷ്ടിച്ചതിൽ ഇനി തിളയ്ക്കാനില്ല. അതാണ് അതിൻ്റെ ഗായത്ത് എന്ന് പറയുന്നത്. അത്രയും അതിൻ്റെ എൻഡിൽ എത്തി നിൽക്കുന്ന വെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ സഖൂമിൽ നിന്ന് തിന്നു കഴിഞ്ഞാൽ ഭയങ്കരമായ ദാഹവും ഉണ്ടാകുന്നു. ഈ ദാഹം തീർക്കാൻ വേണ്ടി കുടിക്കുന്ന വെള്ളമാകട്ടെ തൊണ്ടയിൽ നിന്ന് ഇറക്കാൻ പോലും പറ്റാത്തതാണെങ്കിൽ പോലും ആ ദാഹത്തിൻ്റെ കാഠിന്യം കൊണ്ട് കുടിച്ചിറക്കുന്നതാണ്. ഫശാരിബൂന അലൈഹി മിനൽ ഹമീം. അതും എങ്ങനത്തെ കുടി? ഫശാരിബൂന ഷുർബൽ ഹീം. ഹീമിൻ്റെ ഷുർബ് പോലെ. എന്താണ് അൽ ഹീം എന്ന് പറഞ്ഞാൽ? വ അമ്മൽ ഹീമു, ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ പറയുന്നു, വ അമ്മൽ ഹീമു ഫഇന്നഹാ ജംഉ അഹ്യം. അഹ്യം എന്നതിൻ്റെ ബഹുവചനമാണ് ഹീം. വൽ ഉൻസ ഹൈമ, അത് സ്ത്രീലിംഗമാണെങ്കിൽ ഹൈമ. വൽ ഹീമു, ഹീം എന്ന് പറഞ്ഞാൽ അൽ ഇബിലുല്ലത്തി യുസീബുഹാ ദാഉൻ ഫലാ തുർവാ മിനൽ മാ. ഹീം എന്ന് പറഞ്ഞാൽ ഒട്ടകത്തിന്, ദാഹരോഗം പിടിപെട്ട ഒട്ടകത്തിന് പറയുന്ന പേരാണ് ഹീം. ദാഹരോഗം പിടിപെട്ട ഒട്ടകത്തിന് പറയുന്ന പേരാണ് ഹീം. ഹാമ എന്ന് പറഞ്ഞാൽ ദാഹിക്കുക എന്നാണ്, കഠിനമായി ദാഹിക്കുക. ഹാമ യഹീമു ഹുയാമൻ വഹിയാമ. ഹാമ എന്ന് പറഞ്ഞാൽ കഠിനമായി ദാഹിക്കുക. ഹീം എന്ന് പറഞ്ഞാൽ ദാഹരോഗം പിടിപെട്ട ഒട്ടകം. എത്രയും കുടിക്കും, പക്ഷേ ദാഹം ശമിക്കില്ല. അതാണ് ആ അസുഖത്തിൻ്റെ പ്രശ്നം. നേരെ മറിച്ച് വയറ് നിറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരവസ്ഥ ശരീരത്തിലുണ്ട്. വയറ് നിറഞ്ഞാൽ വെള്ളം കുടിക്കുമ്പോഴും ദാഹം തീർന്നു എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. ആ ഒരു അവസ്ഥ ഇല്ലാതാകുമ്പോൾ അതൊരു രോഗമായി മാറും. കുടിച്ചുകൊണ്ടേയിരിക്കും, അവസാനം വയറ് പൊട്ടിയിട്ട് ഒട്ടകം മരിക്കുകയാണ് ചെയ്യുക. അതാണ് ഈ അസുഖത്തിൻ്റെ പ്രശ്നം. വയറ് നിറഞ്ഞതായിട്ടുള്ള ഇൻഫർമേഷൻ തലച്ചോറിലേക്ക് പോവില്ല. അങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ കുടിച്ചുകൊണ്ടേ നിൽക്കുമ്പോൾ കുടല് പൊട്ടും. കുടല് പൊട്ടി അങ്ങനെ ചത്തുപോകും. അതാണ് ആ അസുഖം. അങ്ങനെയുള്ള ഒട്ടകം കുടിക്കുന്നത് പോലെ ഈ ചുടുവെള്ളം കുടിക്കുന്നതാണ്. അപ്പോൾ എന്താണ് ആ ഭീകരാവസ്ഥ? അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ അത്രമാത്രം കഠിനമായ വിശപ്പ്. ആ വിശപ്പുണ്ടാകുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം അതിനേക്കാൾ പ്രയാസമേറിയത്. അതിൻ്റെ മേലെ ദാഹമുണ്ടാകും, ശക്തമായ ദാഹമുണ്ടാകും. ആ ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹീമെന്ന ദാഹരോഗം പിടിപെട്ട ഒട്ടകം കുടിക്കുന്നത് പോലെ ഈ ചുടുവെള്ളം കുടിക്കുകയും ചെയ്യും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഹാദാ നുസുലുഹും യൗമദ്ദീൻ. അന്നേ ദിവസം അവർക്കുള്ള സൽക്കാരമാണത്. അതിലൊരു തരം പരിഹാസമുണ്ട്. നുസുൽ എന്ന് പറഞ്ഞാൽ ദിയാഫ, സൽക്കാരം. ദിയാഫ സൽക്കാരം, നുസുൽ. ഇന്നല്ലദീന ആമനു വ അമിലു സ്വാലിഹാത്തി കാനത് ലഹും ജന്നാത്തുൽ ഫിർദൗസി നുസുല. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർക്ക് ജന്നാത്തുൽ ഫിർദൗസിലാണ് നുസുലെങ്കിൽ
അവിശ്വസിക്കുകയും ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് ഹാദാ നുസുലുഹും യൗമദ്ദീൻ, നിങ്ങൾക്കുള്ള സൽക്കാരം ഇതാണ്. മആദല്ലാഹ്, അവർ ഞങ്ങൾ മരിച്ചു മണ്ണായി കഴിഞ്ഞാൽ ഞങ്ങളെ ആര് ജീവിപ്പിക്കുമെന്ന് ചോദിച്ച അവർക്കുള്ള മറുപടിയാണ്, അല്പം കഠിനമായ മറുപടിയാണ് അള്ളാഹു നൽകിയത്. അവിടെ അതിൻ്റെ സാധ്യതയുമായി ബന്ധപ്പെട്ട ദൃഷ്ടാന്തങ്ങൾ അള്ളാഹു പിന്നീട് പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നതിന് മുമ്പ് അവരുടെ ആ ധിക്കാരം, അവരുടെ ആ അഹങ്കാരം, അറിവില്ലായ്മ, അവരുടെ ജഹാലത്തിന് പറ്റിയ മറുപടിയാണ് ആദ്യം നൽകിയത്. അയ്യുഹദ്ദാല്ലൂനൽ മുഖദ്ദിബൂൻ, വഴിപിഴച്ച കളവ് പറയുന്ന കളവാക്കുന്നവരെ, നിങ്ങൾ സഖൂമിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഭക്ഷിക്കും, നിങ്ങൾ നരകത്തിൽ ഇങ്ങനെയൊക്കെ കുടിക്കും, നിങ്ങൾക്കുള്ള സൽക്കാരമാണത് എന്ന് പറഞ്ഞുകൊണ്ട് ഹാദാ നുസുലുഹും യൗമദ്ദീൻ, അള്ളാഹുവിന് അവരോടുള്ള ആ കോപം, കാരണം അത്രയും വലിയ വിവരക്കേട് വിളിച്ചു പറയുകയാണ്. ഒന്നുമില്ലാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന്, ശുദ്ധശൂന്യതയിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അള്ളാഹു അവനെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് അതെല്ലാം തിന്ന് കുടിച്ച് ശ്വസിച്ചിട്ട് ചോദിക്കുകയാണ്, എന്നെ ഇനി ആര് പുനഃസൃഷ്ടിക്കുമെന്ന്. അവനേക്കാൾ വലിയ ജാഹില് വേറെ ആരാണുള്ളത്? അങ്ങനെയുള്ളവന് നരകമല്ലാതെ മറ്റൊന്നുമില്ല. ഔല ലക ഫഔല സുമ്മ ഔല ലക ഫഔല അയഹ്സബുൽ ഇൻസാനു അൻ യുത്രക സുദ അലം യകുൻ നുത്ഫതൻ മിൻ മനിയ്യിൻ യുംന സുമ്മ കാന അലഖതൻ ഫഖലഖ ഫസവ്വ ഫജഅല മിൻഹു الزوجين الذكر والأنثى അലൈസ ذلك ബിഖാദിരിൻ അലാ അൻ യുഹ്യിയൽ മൗത. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നരകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. നിനക്ക് നരകം തന്നെ, നരകം തന്നെ, നരകം തന്നെ, നരകം തന്നെ 4 തവണ. എന്നിട്ടാണ് അള്ളാഹു ചോദിക്കുന്നത്, നീ വിചാരിച്ചോ നിന്നെ വെറുതെ വിടുമെന്ന്? ശ്രവിക്കപ്പെടുന്ന ഒരു ബീജത്തിലെ കണമായിരുന്നില്ലേ നീ? ആ ശ്രമം എവിടെ നിന്നാണ് വന്നത് എന്ന് ചിന്തിക്കൂ, അതിൻ്റെ നിസ്സാരാവസ്ഥ. അതെവിടെയാണ് പ്രവേശിച്ചത് എന്ന് ചിന്തിക്കൂ, അതിൻ്റെ നിസ്സാരാവസ്ഥ. അതിനെവിടെ നിന്നാണ് അള്ളാഹു വളർത്തിയിട്ട് നിന്നെ കൊണ്ടുവന്നത് എന്ന് ചിന്തിക്കൂ. ഈ ഘട്ടങ്ങളൊക്കെ കടന്ന് നിന്നെ സൃഷ്ടിച്ചു കൊണ്ടുവന്ന റബ്ബിന് നിന്നെ വീണ്ടും പുനഃസൃഷ്ടിക്കുക എന്നുള്ളത് വല്ല പ്രയാസവുമുള്ള കാര്യമാണോ? അതുകൊണ്ടാണ് ഇവിടെ അവർക്ക് താത്വികമായ മറുപടി പറയുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം നൽകിയ മറുപടി നരകത്തിൽ നിന്ന് അവർ തിന്നുന്നതിനെക്കുറിച്ച്. എന്നിട്ട് ആ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് ഒരല്പമെങ്കിലും മനസ്സിൽ പേടി തോന്നിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇനി അവരുടെ ചിന്തയിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ് എന്ത്? ഇനി നിങ്ങളൊന്ന് ആലോചിക്കുക. എന്താണത്? നഹ്നു ഖലഖ്നാകും, നാം ആകുന്നു നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖലഖ യഖ്ലുഖു ഖൽഖൻ, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു. നഹ്നു ഖലഖ്നാകും ഫലൗലാ തുസദ്ദിഖൂൻ. അള്ളാഹു ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് നിങ്ങളത് അംഗീകരിക്കാത്തത്? സദ്ദഖ യുസദ്ദിഖു തസ്ദീഖൻ, സത്യപ്പെടുത്തുക. സദ്ദഖ യുസദ്ദിഖു തസ്ദീഖ ഫലൗലാ തുസദ്ദിഖൂൻ. നിങ്ങളെന്താണ് സത്യപ്പെടുത്താത്തത്? നിങ്ങളെ ആരാണ് സൃഷ്ടിച്ചത്? നിങ്ങൾ ചിന്തിക്കുക. അള്ളാഹു ചോദിക്കുകയാണ്. നിങ്ങൾ പുനർജീവിതമില്ല എന്ന് പറയുന്നു. ഈ ജീവിതം എവിടുന്ന് കിട്ടി? അത് പറ. ഈ ജീവിതം എവിടുന്ന് കിട്ടി? ആരാ നിങ്ങളെങ്ങനെ സൃഷ്ടിച്ചത്? ആരാ നിങ്ങൾക്ക് രൂപം നൽകിയത്? അതുകൊണ്ട് സത്യപ്പെടുത്തൂ. ഫലൗലാ തുസദ്ദിഖൂൻ, നിങ്ങൾ സത്യപ്പെടുത്തുന്നില്ലേ? ഇനി പോകട്ടെ. അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഫറഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? റആ യറാ റുയതൻ. അഫറഅയ്തും, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജത്തെ. അംന യുംനി ഇംനാൻ. അംന എന്ന് പറഞ്ഞാൽ ബീജം ശ്രവിക്കുക. അംന യുംനി ഇംനാൻ. മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജഗണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അഅൻതും തഖ്ലുഖൂനഹു, അതിനെ സൃഷ്ടിച്ചുണ്ടാക്കുന്നത് നിങ്ങളാണോ? അം നഹ്നുൽ ഖാലിഖൂൻ, അതല്ല നാമാണോ സൃഷ്ടാവ്? ഭയങ്കരമായ ചോദ്യമാണ്, ഭയങ്കരമായ ചോദ്യമാണ്. ഈ നിഷേധം പറയുന്ന ആളുകൾക്കൊന്നും ഒരു പങ്കുമില്ലാത്ത കാര്യം. ഇവിടെ അൻതും തഖ്ലുഖൂനഹു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നുത്ഫയെ സൃഷ്ടിച്ചത് അതുമാകാം,
ആ മനിയിനെ അൻതും തഖ്ലുഖൂനഹു, ആ മനിയിനെ, ആ ബീജത്തെ നിങ്ങളാണോ സൃഷ്ടിച്ചത്? അല്ലെങ്കിൽ ആ ബീജത്തിൽ നിന്ന് നിങ്ങളെ ഇതേപോലെ സൃഷ്ടിച്ചുണ്ടാക്കിയതാരാണ്? അത് നിങ്ങളാണോ അതല്ല അം നഹ്നുൽ ഖാലിഖൂൻ, നാമാണോ? മനുഷ്യന് എന്ത് പങ്കാണ് അതിലുള്ളത്? ഒരു ബീജമുണ്ടാവുന്നതിൽ മനുഷ്യന് എന്ത് പങ്കാണുള്ളത്? അപ്പോൾ അവൻ ചോദിക്കും, അവൻ്റെ ശരീരത്തിൽ നിന്നല്ലേ? അവൻ്റെ ശരീരം ആര് കൊടുത്തു? അപ്പോൾ അവൻ ചോദിക്കും, ഞാൻ ഭക്ഷണം കഴിക്കുന്നില്ലേ? ആ ഭക്ഷണം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോൾ അവൻ ചോദിക്കും, അത് ഭൂമിയിൽ നിന്നല്ലേ? ആ ഭൂമി ആരുണ്ടാക്കി? ആ ഭൂമി ആരുണ്ടാക്കി? ആ മഴ ആര് വർഷിപ്പിച്ചു? അതിൽ കായ്കനികൾ ഉണ്ടാകുന്ന സംവിധാനം ആരുണ്ടാക്കി? അതിനെ ഭക്ഷിക്കാൻ പാകത്തിൽ നിനക്ക് കൈയും വായയും അതേപോലുള്ള അവയവങ്ങളും തന്നതാരാണ്? അത് വയറ്റിലെത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്തവും ബീജവും ഉണ്ടാവുക എന്ന സംവിധാനം ഏത് ഫാക്ടറിയിലാണ് നീ ഉണ്ടാക്കിയത്? ഏതാണ് ആ കമ്പനി? പറയൂ. അങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് നിനക്ക് പറയാനില്ലെങ്കിൽ അത് പിന്നെ റഹ്മാനായ റബ്ബല്ലാതെ വേറെ ആരാണ്? അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. നീ ശ്രവിക്കുന്ന നിസ്സാരമായ ബീജം, നിൻ്റെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നിനക്കതിനെ കാണാൻ കഴിയില്ല. മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ തന്നെ ഒരു തുള്ളിയിൽ നിനക്ക് 200 കോടിയോളം ബീജങ്ങളെ കാണാം. അത്രയും എണ്ണമാണ്. ആരാണിതിനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. ഇനി പോകട്ടെ, നീ ജീവിതത്തിലേക്ക് വന്നു, ഇപ്പോൾ നീ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ട്. എങ്കിൽ ആ ഡയലോഗിനനുസരിച്ചെങ്കിലും നിൽക്കണ്ടേ? അത് പറ്റുന്നില്ല. പിന്നെയോ, നഹ്നു ഖദ്ദർനാ ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ. നഹ്നു, നാം, ഖദ്ദർന, ഖദ്ദറ യുഖദ്ദിറു തഖ്ദീറ, ഖദ്ദർന, നാം കണക്കാക്കിയിരിക്കുന്നു, ബൈനക്കും, നിങ്ങൾക്കിടയിൽ, അൽ മൗത, മരണത്തെ. എങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്? നിങ്ങൾ ജീവിച്ചു, നിങ്ങളൊന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ്, സമ്മതിച്ചു. എങ്കിൽ നിങ്ങളുടെ ബുദ്ധിയും ശക്തിയും പവറും ഉപയോഗിച്ച് നിങ്ങളുടെ ലൈഫിനൊന്ന് പിടിച്ചു നിർത്ത്. അള്ളാഹു ചോദിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിനൊന്ന് പിടിച്ചു നിർത്ത്, മരിക്കാതിരിക്കുക നിങ്ങൾ. പക്ഷേ നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത്ത്, നിങ്ങൾക്കിടയിൽ നാം മരണത്തെ വിധിച്ചിരിക്കുന്നു. അവിടെ രണ്ടർത്ഥങ്ങളാണുള്ളത്. നിങ്ങൾക്കിടയിൽ മരണത്തെ നാം ഖദറാക്കി എന്ന് പറഞ്ഞാൽ അതിൽ ഒന്ന് മരണം എന്ന ഖദറാണ്, കൗനിയായ അള്ളാഹുവിൻ്റെ ഖദറിൽപ്പെട്ടതാണത്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത, മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണത്. 2, ഇബ്നു ജരീർ അത്തബരി അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല അൽ മുസ്തഖിറു വൽ മുസ്താജിൽ എന്ന് പറഞ്ഞാൽ മരണം അള്ളാഹു വിധിച്ചിരിക്കുന്നു, നേരത്തെയുള്ളതും വൈകിയുള്ളതുമൊക്കെ. ചിലർ നേരത്തെ മരിച്ചു പോകുന്നു, മുസ്താജിലായി മരിച്ചു പോകുന്നു. വേറെ ചില ആളുകൾ മുസ്തഖിറായി, ഒരുപാട് പ്രായം ചെന്ന് മരിച്ചു പോകുന്നു. ആരാണിത് ഖദറാക്കിയത്? എന്ത് വ്യവസ്ഥയാണ് അതിലുള്ളത്? എന്താണ് അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. ഒരു കുട്ടി ജനിച്ച് നല്ല ആരോഗ്യമുള്ള കുട്ടി നേരത്തെ മരിച്ചു പോകുന്നു, ആര് ഖദറാക്കി? വേറെ ചില ആളുകൾ ഒരുപാട് കാലം കഴിഞ്ഞിട്ട് ആണ് മരിക്കുന്നത്, ആര് ഖദറാക്കി? ഇനി 2 കൂട്ടരാണെങ്കിലും മരിച്ചു പോകുന്നുണ്ട്, അതും ആര് ഖദറാക്കി? അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. നഹ്നു ഖദ്ദർന ബൈനകുമുൽ മൗത വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം തോൽപ്പിക്കപ്പെടുന്നവരല്ല. മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ പരാജയം, മുൻകടക്കപ്പെടുക. സബഖ യസ്ബിഖു സബഖൻ, സാബിഖ് എന്ന് പറഞ്ഞാൽ മുൻകടക്കുന്നവൻ, മസ്ബൂഖ് എന്ന് പറഞ്ഞാൽ മുൻകടക്കപ്പെട്ടവൻ. തോൽപ്പിക്കപ്പെടുന്ന ആൾക്ക് മസ്ബൂഖ് എന്ന് പറയും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം തോൽപ്പിക്കപ്പെടുന്നതേയല്ല, നാം പരാജയപ്പെടുത്തപ്പെടുകയില്ല, മറിച്ച് നാം എന്നും ജയിച്ചു നിൽക്കും. എൻ്റെ ഖദറാണ് നടപ്പിൽ വരിക. മാത്രമല്ല, ഏത് വിഷയത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്, അലാ അൻ നുബദ്ദില അംസാലക്കും ബദ്ദല യുബദ്ദിലു തബ്ദീല, നിങ്ങളെപ്പോലെയുള്ളതിനെ പകരം കൊണ്ടുവരുന്നതിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. അലാ അൻ നുബദ്ദില അംസാലക്കും, നിങ്ങളെപ്പോലെയുള്ളതിനെ പകരം കൊണ്ടുവരുന്നതിൽ നാം തോൽപ്പിക്കപ്പെടുകയില്ല. വനൂശിഅക്കും, നിങ്ങളെ വീണ്ടും സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതിലും, അൻശഅ യുൻശിഉ ഇൻശാഅ, അൻശഅ എന്ന് പറഞ്ഞാൽ സൃഷ്ടിച്ചുണ്ടാക്കുക. വനൂശിഅക്കും, നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കുന്നതിൽ, ഫീമ ലാ തഅലമൂൻ,
നിങ്ങൾക്കറിയാത്ത രൂപത്തിൽ. അലിമ യഅലമു ഇൽമൻ ഫീമാ ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചു കൊണ്ടുവരുന്ന വിഷയത്തിൽ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ തഫ്സീറിൽ ഉലമാക്കൾ പറയുന്നത് വമാ നഹ്നു ബിമസ്ബൂഖീൻ, നാം തോൽപ്പിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ ഖദറാണ് നടപ്പിൽ വരിക. ഏതെല്ലാം വിഷയത്തിൽ? അതിലൊന്ന് അല അൻ നുബദ്ദില അംസാലക്കും, നിങ്ങളെപ്പോലെയുള്ളതിനെ പകരം കൊണ്ടുവരിക. ഇതിന് രണ്ട് മഅനയുണ്ട്, രണ്ട് തഫ്സീറുണ്ട്. അതിൽ ഒന്നാമത്തെ തഫ്സീർ നിങ്ങൾക്ക് ശേഷം നിങ്ങളെപ്പോലെ തന്നെയുള്ള നിങ്ങളുടെ ഭാവി തലമുറയെ, നിങ്ങളുടെ മക്കളെ കൊണ്ടുവരുന്നതിൽ. അങ്ങനെ തലമുറകൾ, നിങ്ങൾ മരിച്ചു പോകും, പിന്നെ നിങ്ങളുടെ മക്കൾ വരും, അവർ മരിച്ചു പോവും, അവരുടെ മക്കൾ വരും. അങ്ങനെ ഈ അംസാലുകൾ, അതിൻ്റെ തബ്ദീൽ ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം, ആ തലമുറ കഴിഞ്ഞുപോയി. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം, ആ തലമുറ കഴിഞ്ഞുപോയി. എത്രയെത്ര തലമുറകൾ കഴിഞ്ഞുപോയി, എത്രയെത്ര തലമുറകൾ കഴിഞ്ഞുപോയി. നമ്മുടെയൊക്കെ വല്യപ്പന്മാരെവിടെ? ആ വല്യപ്പന്മാരെവിടെ? കഴിഞ്ഞുപോയി. ഇന്ന് നമ്മളാണ്, നാളെ നമ്മളുണ്ടാവില്ല, നമ്മുടെ മക്കളായിരിക്കും ഉണ്ടാവും. ഇങ്ങനെ തലമുറകളായി മനുഷ്യനെ ഇങ്ങനെ ആവർത്തിച്ച് കൊണ്ടുവരുന്നവന് നിങ്ങളെ കൊണ്ടുവരാൻ വല്ല പ്രയാസമുണ്ടോ? അതാണ് അല അൻ നുബദ്ദില അംസാലക്, അതാണ് അതിൻ്റെ ഒരു തഫ്സീർ. അതിൻ്റെ രണ്ടാമത്തെ തഫ്സീർ, അള്ളാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളെ മാറ്റി പകരം നിങ്ങളെപ്പോലെ തന്നെയുള്ള മറ്റൊരു ബുദ്ധിജീവികളെ അള്ളാഹു കൊണ്ടുവരും. അതാണ് പരിശുദ്ധ ഖുർആനിൽ വേറെ പല സ്ഥലങ്ങളിലും ഇത് പറഞ്ഞിട്ടുണ്ട്. ഇൻ യശഅ യുദ്ഹിബുക്കും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അള്ളാഹു ഉദ്ദേശിച്ചാൽ നിങ്ങളെ കൊണ്ടുപോയിട്ട് പുതിയ സൃഷ്ടികളെ കൊണ്ടുവരും. കാരണം വഹുവ ബികുല്ലി ഖൽഖിൻ അലീം, എല്ലാതരം സൃഷ്ടിപ്പും അറിയാവുന്നവനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല. എല്ലാതരം സൃഷ്ടിപ്പും അറിയാം റഹ്മാനായ റബ്ബിന്. അപ്പോൾ അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. നിങ്ങൾ നോക്കൂ, ആദ്യ മനുഷ്യനെ കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, പിന്നെ നുത്ഫയിൽ നിന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല സൃഷ്ടിച്ചത്. അതേ റബ്ബ് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മനുഷ്യൻ്റെ മുതുകിൻ്റെ ഞട്ടലിൻ്റെ ഏറ്റവും ബാക്കിലുള്ള നമ്മുടെ ഊരയോടടുത്തുള്ള ഭാഗത്തുള്ള ഏറ്റവും അവസാനം കാണുന്ന അവിടെ ഒരു സ്പോട്ടുണ്ട്, അതിൽ നിന്നാണ് മനുഷ്യനെ പുനരുജ്ജീവിപ്പിക്കുന്നതെന്നാണ്. ശരീരം മണ്ണായാലും എല്ലായാലും ആ ഭാഗം നശിക്കാതെ നിൽക്കുന്ന, അതൊരു പക്ഷേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അതൊരു വിത്ത് പോലെ അള്ളാഹു സൂക്ഷിക്കുന്ന പറഞ്ഞത്. അത് ആകാശത്ത് വെച്ച് കത്തിക്കരിഞ്ഞാലും ആ ഭാഗം അവശേഷിക്കുന്ന, വേറെ ഏതെങ്കിലും ജീവികൾ തിന്നാലും ആ ഭാഗം അവശേഷിപ്പിക്കും, അതിൻ്റെ സെക്രീഷനിലൂടെ അള്ളാഹു അവശേഷിപ്പിക്കും. കാരണം അതൊരു വിത്ത് പോലെയാണ്, അതൊരു അടിസ്ഥാന ഭാഗമാണ്. ആ ഭാഗം അള്ളാഹു അവിടെ മാറ്റി വെക്കുന്നതാണ്, അത് നശിക്കൂല. അത് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിച്ചു എന്ന് വരില്ല. അതിൽ നിന്നാണ് പിന്നീട് നിങ്ങളെ മുളപ്പിക്കുന്നത് എന്നാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് അത് കഴിയും. നിങ്ങൾ നോക്കൂ, മനുഷ്യർക്കിടയിലുള്ള ആ ഒരു രീതിയല്ലല്ലോ വൃക്ഷങ്ങളിലുള്ളത്. വൃക്ഷങ്ങൾക്ക് വേറൊരു രീതിയല്ലേ? എന്താണ് ആ വ്യത്യാസം? അതാരാണ് അതിനെ അങ്ങനെ സംവിധാനിച്ചത്? നമുക്ക് മക്കളുണ്ടാവുന്നത് പോലെയാണോ ചെടികൾക്ക് മക്കളുണ്ടാവുന്നത്? അല്ല, അവർക്കും മക്കളുണ്ടാവുന്നില്ലേ? ഉണ്ട്, അവർക്കും മക്കളുണ്ടാവുന്നുണ്ട്, തലമുറകൾ ഉണ്ടാവുന്നുണ്ട്. ചിലത് വിത്ത് വേണം, ചിലത് കൊമ്പ് മതി. എങ്ങനെയൊക്കെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്? അതാണ് അല അൻ നുബദ്ദില അംസാലക്കും വനൂശിയക്കും ഫീമാ ലാ തഅലമൂൻ. നിങ്ങൾക്കിപ്പോൾ അറിയുന്നൊരു രീതിയുണ്ട്, അത് അറിയാത്ത വേറൊരു രൂപത്തിൽ നിങ്ങളെ സൃഷ്ടിക്കാൻ പറ്റൂല എന്നതിന് എന്ത് ന്യായമാണ്? അതാണ് വനുൻശിയക്കും ഫീമാ ലാ തഅലമൂൻ. നിങ്ങൾക്കറിയാത്ത മറ്റൊരു മെത്തേഡ് അള്ളാഹു ഉപയോഗിക്കും. അപ്പോൾ ഈ മണ്ണായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവിടെ മറ്റൊരു മെത്തേഡാണ്. ആ മെത്തേഡിലാണ് നിങ്ങൾ ഉണ്ടാവുന്നത്. റഹ്മാനായ റബ്ബ് അതിനൊക്കെ കഴിവുള്ളവനാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ചുറ്റിലേക്ക് നോക്കൂ, ഓരോന്നും വേറെ വേറെയായി വരുന്നത് നിങ്ങൾ കാണുന്നില്ലേ? റഹ്മാനായ റബ്ബിനത് കഴിയും. എന്നിട്ട് അള്ളാഹു ചോദിക്കണം, മനുഷ്യൻ്റെ ബുദ്ധിയിലേക്ക് ഒന്നുകൂടി പറഞ്ഞു കൊടുക്കുകയാണ്, വലഖദ് അലിംതുമുൻ നശ്അതൽ ഊല. ആദ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ. വലഖദ് തീർച്ചയായും, അലിംതും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അലിമ യഅലമു ഇൽമൻ, വലഖദ് അലിംതുമുൻ നശ്അതൽ ഊല. ആദ്യത്തെ സൃഷ്ടിപ്പിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ രീതി എങ്ങനെയാണ് എന്ന്. ഫലൗലാ തദക്കറൂൻ, എന്നിട്ടും എന്താണ് ചിന്തിക്കാത്തത്? ഫലൗലാ തദക്കറൂൻ, തദക്കറ യതദക്കറു തദക്കുറൻ,
തദക്കറ എന്ന് പറഞ്ഞാൽ ആലോചിക്കുക, ചിന്തിക്കുക. ഫലൗല തദക്കറു, നിങ്ങളെന്താണ് ആലോചിക്കാത്തത്? ആദ്യ സൃഷ്ടിപ്പ് നിങ്ങൾക്കറിയാമല്ലോ. ഏതാണ് ഇവിടെ നഷ്അത്തുൽ ഊല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒന്ന്, ഖൽഖു ആദം അലൈഹി സ്വലാത്തു വസ്സലാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത് ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. രണ്ട്, നിങ്ങളെങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാ സംവിധാനത്തിലും നിങ്ങൾക്ക് യാതൊരു പങ്കുമില്ല, നേരത്തെ പറഞ്ഞതുപോലെ. അതേപോലെ വേറൊരു സംവിധാനത്തിലൂടെ അള്ളാഹു നിങ്ങളെ കൊണ്ടുവരും, അത് നിങ്ങൾക്ക് ആലോചിച്ചാൽ പോരെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമ്പോൾ മനുഷ്യന് ഈ ചോദ്യത്തിൻ്റെ മുന്നിൽ കീഴൊതുങ്ങുകയല്ലാതെ, ഇത് അംഗീകരിക്കുകയല്ലാതെ വേറെ നിർവാഹങ്ങളൊന്നുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും മനുഷ്യനോട് ചോദിക്കുകയാണ്, അഫറഅയ്തും മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? ഹറസ യഹ്രിസു ഹറസ. ഹറസ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുക, അതിൻ്റെ വിത്ത് നിലം ഉഴുത് ശരിയാക്കുക, അതിൽ വിത്തിടുക, ഇതിനാണ് ഹറസ എന്ന് പറയാം. ഹറസ യഹ്രിസു ഹർസൻ. അഫറഅയ്തും, നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ, കാണുന്നില്ലേ? മാ തഹ്റുസൂൻ, നിങ്ങൾ കൃഷി ചെയ്യുന്ന വസ്തുക്കളെക്കുറിച്ച്, കാർഷിക വിഭവങ്ങളെക്കുറിച്ച്. അവിടെയും ഒരു ചോദ്യം, അൻതും, നിങ്ങളാണോ, തസ്റഊനഹു, അതിനെ വളർത്തിക്കൊണ്ടുവരുന്നവൻ. സറഅ യസ്റഉ സറഅൻ വസിറാഅ. സറഅ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൃഷി. സറഅ എന്ന് പറഞ്ഞാൽ അതിനെ മുളപ്പിച്ചു കൊണ്ടുവരുന്നതിനാണ് സറഅ എന്ന് പറയാം. അൻതും തസ്റഊനഹു, നിങ്ങൾ കൃഷി ചെയ്ത് വിത്തിടുന്നു എന്നല്ലാതെ അതിനെ മുളപ്പിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ എല്ലാ സ്വഭാവവും നൽകുന്നവൻ ആര്? അം നഹ്നു സാരിഊൻ, അള്ളാഹുവിൻ്റെ ചോദ്യമാണ്. നിങ്ങളാണോ അതല്ല നാം ആണോ അതിനെ മുളപ്പിച്ച് ഈ രൂപത്തിലാക്കുന്നത്? അപ്പോൾ നാം കൃഷി ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് തന്നെ അള്ളാഹു തന്ന വിത്തെടുത്തിട്ട്, വിത്ത് ആരും ഉണ്ടാക്കുകയല്ലല്ലോ. അതുകൊണ്ടാണ് ഖിയാമത്ത് നാളിൽ ചിത്രം വരയ്ക്കുന്ന ആളുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നിങ്ങളൊരു ധാന്യമണി ഉണ്ടാക്കൂ, അല്ലെങ്കിൽ ഒരു അണുവിനെ ഉണ്ടാക്കൂ. ഒരു ധാന്യമണി ഉണ്ടാക്കി കാണിക്കാൻ പറയും. ഒരു ധാന്യമണി സ്വന്തമായി ഉണ്ടാക്കാൻ മനുഷ്യന് കഴിയില്ല, അള്ളാഹു ഉണ്ടാക്കിയതിൽ നിന്ന് എടുക്കണം. ഭൂമിയിൽ അള്ളാഹു സംവിധാനിച്ചതിൽ നിന്ന് എടുത്തിട്ട് അതിൽ മാറ്റങ്ങൾ, അള്ളാഹു സംവിധാനിച്ച ഒരുപാട് ധാന്യങ്ങളെ കൂട്ടിച്ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ പവറിൽ മാറ്റം വരുത്താൻ മനുഷ്യൻ അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒരു ധാന്യത്തെ സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിയില്ല. അപ്പോൾ ആ ധാന്യത്തിലാണ്, ആ ചെടിയുടെ എല്ലാ സ്വഭാവവും ആ വിത്തിലാണ്. ആ വിത്തനുസരിച്ച് അത് നെല്ലാകും, അത് ഗോതമ്പാവും, അത് ബാർലിയാവും, അത് ഈത്തപ്പനയാകും, അത് മുന്തിരിയാകും, അത് മാങ്ങയാകും, അത് ചക്കയാകും. എല്ലാം റഹ്മാനായ റബ്ബ് അതിൻ്റെ ആ റൂട്ടിൽ എന്താണോ, അസലിൽ എന്താണോ കൊടുത്തത് അതനുസരിച്ച്. അതാരാണത് കൊടുത്തത്? അള്ളാഹുവാണ്. ആരാണതിനെ വളർത്തി മരമാക്കുന്നത്? അള്ളാഹുവാണ്. അതിൻ്റെ എല്ലാ സ്വഭാവവും കൊടുത്തത് ആരാണ്? അള്ളാഹുവാണ്. മനുഷ്യൻ എന്താ ചെയ്യുന്നത്? അള്ളാഹു ആകാശത്ത് നിറക്കി കൊടുത്ത വെള്ളം ഒന്നെടുത്ത് ഒഴിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. മഴ നിന്നാലോ പിന്നെ അത് കരച്ചിലും ബേജാറും സങ്കടവും. മഴ നിന്നാൽ കരയാൻ തുടങ്ങി മനുഷ്യൻ. അപ്പം നമ്മൾ കൊടുക്കുന്നതിലൊന്നും മാങ്ങയുടെ രുചി നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിലില്ല, ചക്കയുടെ ടേസ്റ്റ് നമ്മൾ കൊടുത്ത വളത്തിനില്ല. ഒരു വേള വളമൊന്ന് പൊട്ടിച്ചു നോക്കിയാൽ മൂക്ക് പൊത്തിയിട്ടേ അവിടെ നിൽക്കുള്ളൂ നമ്മൾ. അത്രയും സഹിക്കാൻ പറ്റാത്ത ആ വളമാണ് ഭൂമിയിലേക്ക് കൊടുത്തിട്ട്. പക്ഷെ അതിൽ നിന്നുണ്ടാകുന്ന കായ്കനിക്ക് ഇതിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല മധുരം, നല്ല ഗന്ധം. അള്ളാഹുവിൻ്റെ ചോദ്യമാണ്, അൻതും തസ്റഊനഹു അം നഹ്നു സാരിഊൻ, നാമാണോ അതിനെ വളർത്തിക്കൊണ്ടുവന്നൊരു ചെടിയാക്കി വൃക്ഷമാക്കി മാറ്റുന്നത്? അതല്ല, നിങ്ങളാണോ? നിങ്ങൾ ചെയ്ത പണി എന്തേ ഉള്ളൂ? അള്ളാഹിൻ്റെ ഭൂമിയിൽ നിങ്ങളൊന്ന് കിളച്ചു, അള്ളാഹുവിൻ്റെ വെള്ളമെടുത്ത് നിങ്ങളൊന്ന് ഒഴിച്ചു കൊടുത്തു, അള്ളാഹു തന്ന വിത്തെടുത്ത് നിങ്ങളൊന്നിടുകയും ചെയ്തു. അതിനുള്ള ആരോഗ്യവും അറിവും നിങ്ങൾക്ക് നൽകിയതും ആര് തന്നെ? അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ. അതുകൊണ്ടാണ് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ലാ യഖൂലന്ന അഹദുക്കും,
നിങ്ങളിൽ ഒരാളും പറയരുത് സറഅതു, ഞാൻ കൃഷി ഉണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഏതർത്ഥത്തിൽ? മുളപ്പിച്ചു വളർത്തി എന്ന അർത്ഥത്തിൽ പറയരുത്. വലാകിൻ ലിയഖുൽ ഹറസ്തു, ഹറസ്തു എന്ന് പറഞ്ഞോളൂ, കാരണം അത് മനുഷ്യൻ്റെ പ്രവൃത്തിയാണ്. ഞാൻ വിത്തിട്ടു, കൃഷി ചെയ്തു എന്ന് നാം നേരത്തെ പറഞ്ഞ നിലമൊഴുകലും വെള്ളം കൊടുക്കലും തുടങ്ങിയ അർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ. എന്നാൽ സറഅ ചെയ്തു, അത് അറബികൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാകും, നമുക്കൊരു വേള മനസ്സിലാവില്ല. പക്ഷേ അത് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. നമ്മൾ ആ വേർഡ് ഉപയോഗിക്കുന്നിടത്തിൽ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, നിങ്ങൾ സറഅതു എന്ന് പറയരുത്, ഹറസ്തു എന്നേ പറയാവൂ. എന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലം തസ്മഅ ഇലാ ഖൗലില്ലാഹി തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അഫറഅയ്തും മാ തഹ്റുസൂൻ. അവിടെ ഹറസിന് ആരിലേക്ക് ചേർത്താ പറഞ്ഞത്? മനുഷ്യനിലേക്ക്. നിങ്ങൾ ഹറസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ? എന്നാൽ അതിൻ്റെ സറാഅ നിങ്ങളാണോ അതല്ല നാമാണോ? അപ്പോൾ അത് അള്ളാഹുവാണ്. അപ്പോൾ സറഇനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു, ഹറസിനെ മനുഷ്യനിലേക്കും ചേർത്ത് പറഞ്ഞു. അപ്പോൾ സറാഅ എന്ന് പറഞ്ഞാൽ അതിനെ മുളപ്പിച്ചു കൊണ്ടുവന്ന് അതിനെ പാകമാക്കുന്നതാണ്. അത് നിങ്ങൾ ചെയ്തു നിങ്ങൾ പറയരുത്, അത് നിങ്ങളല്ല ചെയ്തത്, റബ്ബാ ചെയ്തത്. നിങ്ങൾ പിന്നെ എന്തേ ചെയ്തിട്ടുള്ളൂ? നിങ്ങൾ കൃഷി ചെയ്തു, നിലം ഉഴുത് വൃത്തിയാക്കി വിത്തിട്ടു, അങ്ങനെ പറഞ്ഞോളൂ. പക്ഷേ നമുക്ക് ഭാഷയുടെ പരിമിതി, ചില ഭാഷകളിൽ ഇതിന് രണ്ടിനും വേറെ വേറെ പദമല്ലെങ്കിൽ നമുക്ക് ആ പദം ഉപയോഗിക്കാം. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ ചിന്ത വേണം എന്ന് മാത്രം. എന്നാൽ വേറെ വേറെ പദങ്ങളുള്ള ആളുകൾ ആ പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത്. അല്ലാഹു തബാറക വ തആല അഅലം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ശാഅ യശാഉ മശീഅത്തൻ, ലൗ നശാഉ ലജഅൽനാഹു, നാം അതിനെ ആക്കുമായിരുന്നു, ജഅല യജഅലു ജഅലൻ, ലജഅൽനാഹു ഹുതാമാ. ഹുതാമൻ എന്ന് പറഞ്ഞാൽ ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാഹ് പറയുന്നു, യഅനി ഹഷീമൻ ലാ യുൻതഫഉ ബിഹി ഫീ മത്അമിൻ വഗിദാഇൻ. തുരുമ്പ്, വൈക്കോൽ തുരുമ്പ്, ഉണങ്ങി തുരുമ്പായി പോവുക. പുല്ലും വൈക്കോലും ചെടികളുമൊക്കെ ഉണങ്ങി തുരുമ്പായി കഴിഞ്ഞാലുള്ളൊരവസ്ഥ ഉണ്ടല്ലോ, ഉപയോഗിക്കാൻ പറ്റില്ല, പാറി പറന്നു പോകും. പിന്നെ കത്തിച്ച് കളയലാണത്. അതിനാണ് ഹുതാം എന്ന് പറയുക. അവസാനമുള്ള ആ തുരുമ്പിനാണ് ഹുതാം എന്ന് പറയുക. അങ്ങനെയുള്ള ഹുതാമാക്കി ഒറ്റ ദിവസം കൊണ്ട് അതിനെ മാറ്റാൻ റബ്ബിന് കഴിയും. ഫളൽത്തും, അപ്പോൾ നിങ്ങളായിത്തീരും. ലല്ല എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. ലല്ല യളില്ലു ലലാലത്തൻ. നോക്കൂ, നിങ്ങളൊരു വേർഡ് തെറ്റിയാൽ, ദല്ല യദില്ലു ദലാല എന്ന് പറഞ്ഞാൽ വഴിതെറ്റിപ്പോവാന്നാണ് അർത്ഥം. ദലാല ദ്വാദാണ്, എന്നാൽ ഇത് ലാ ആണ്. ലല്ല യദില്ലു ലലാല, ദല്ല യദില്ലു ദലാല. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ ഇവിടെ ലല്ല യദില്ലു ലലാല. ഫളൽത്തും, നിങ്ങളായിത്തീരും. തഫക്കഹൂൻ ഐ തഅജ്ജബൂൻ. തഫക്കഹ യതഫക്കഹു തഫക്കുഹൻ. തഫക്കഹ എന്ന് പറഞ്ഞാൽ തഅജ്ജബ, അത്ഭുതപ്പെടുക, ആശ്ചര്യപ്പെടുക, അതാണ് തഫക്കഹ. യതഫക്കഹു തഫക്കുഹൻ. ലൗ നശാഉ, നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലജഅൽനാഹു ഹുതാമ, അതിനെ നാം വെണ്ണീരാക്കുമായിരുന്നു, തുരുമ്പാക്കുമായിരുന്നു, വൈക്കോൽ തുരുമ്പാക്കി മാറ്റുമായിരുന്നു. ഫളൽത്തും, അപ്പോൾ നിങ്ങളായിത്തീരും. തഫക്കഹൂൻ, അത്ഭുതപ്പെടുന്നവരായിത്തീരും. തഫക്കഹൂൻ എന്നതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങൾ പറഞ്ഞതിന് ശേഷം ഇബ്നു ജരീർ ഉത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറഞ്ഞു, വഔലൽ അഖ്വാലി ഫീ ദാലിക ബിസ്സവാബി ഖൗലു മൻ ഖാല മഅനാ ഫളൽതും ഫഅഖംതും തഅജബൂന മിമ്മാ നസല ബിസർഇകും വഅസ്ലുഹു മിന അത്തഫക്കുഹി ബിൽ ഹദീസി ഇദാ ഹദ്ദസ അർറജുലു അർറജുല ബിൽ ഹദീസി യഅജബു മിൻഹു വയുലഹാ ബി. തഫക്കഹ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ഒരു കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ആശ്ചര്യത്തോടു കൂടി കേട്ടു നിൽക്കുക, അതിനാണ് തഫക്കഹ എന്ന് പറയാം. ഒരാളൊരു കഥ പറയുമ്പോൾ അത് ആശ്ചര്യത്തോടു കൂടി കേട്ടു നിൽക്കുക. അപ്പം നിങ്ങളുടെ കൃഷിക്ക് സംഭവിച്ചത് ആലോചിച്ച് നിങ്ങൾ അത്ഭുതപ്പെടും. കാരണം ഇന്നലെ വരെ വലിയ തോട്ടമായിരുന്നു, പക്ഷേ രാത്രിയിൽ ഒരു വലിയ കാറ്റ് വന്നു, ഒരു തീക്കാറ്റ് വന്നു, ഒരു ചുടുകാറ്റ് വന്നു, അല്ലെങ്കിൽ ഒരു കൊടുങ്കാറ്റ് വന്നു, ഒരു വെള്ളപ്പൊക്കം വന്നു, ഒന്നുമില്ലാതെയായിപ്പോയി. അങ്ങനെ വലിയ വലിയ വർത്തമാനം പറഞ്ഞവർ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ, കൃഷിയിടത്തിൽ പോയി നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. അപ്പോൾ മനുഷ്യനുണ്ടൊരു അന്താളിച്ച് നിൽക്കൽ. ഫളൽതും തഫക്കഹൂൻ. എന്നിട്ട്
ആ അത്ഭുതം മാറിയതിന് ശേഷം പിന്നെ കരയാൻ തുടങ്ങി. എന്താണ്? ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ വലിയ കടക്കാരായിരിക്കുന്നു. കാരണം ഇറക്കിയ പൈസ മുഴുവൻ പോയി, ലാഭമല്ല. മുഗ്റം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഖറാമയിൽ നിന്ന് വന്നതാണ്. ഖരിമ യഗ്റമു ഖറാമത്തൻ. ഖരിമ എന്ന് പറഞ്ഞാൽ കടക്കാരനാവുക, ബാധ്യത വന്നു ചേരുക എന്ന് പറയുക. ഖറാമുണ്ട് എന്ന് പറയും. അതായത് ഒരു വലിയ തുക കൊടുക്കേണ്ടി വരിക, നഷ്ടപ്പെടുക, അതിനാണ് ഖറാമ എന്ന് പറയുന്നത്. ഫഹുവ ഖാരിം. ഉഗ്രിമ അഗ്റമ യുഗ്രിമു ഇഗ്റാമൻ, ഒരാളെ കടക്കാരനാക്കുന്നതിനാണ് അഗ്റമ എന്ന് പറയുക. യുഗ്രിമു ഇഗ്റാമൻ, അതിൻ്റെ മജ്ഹൂൽ വസ്ലാണ് യുഗ്റമു. അങ്ങനെ ചെയ്യപ്പെട്ട മഫ്ഊലാണ് മുഗ്റം. ഞങ്ങൾ ബാധ്യതയുള്ള ശിക്ഷിക്കപ്പെട്ടവരായിരിക്കുന്നു. ഖത്താദ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഐ മുഅദ്ദബൂൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ഇന്നാ ലമുഗ്റമൂൻ, ഞങ്ങൾ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു, വലിയ ബാധ്യത വന്നിരിക്കുന്നു, പണമെല്ലാം പോയി, സമ്പത്തെല്ലാം പോയി എന്ന് പറഞ്ഞ് നിലവിളിക്കും. ബൽ, അല്ല, മറിച്ച് നഹ്നു, ഞങ്ങൾ മഹ്റൂമൂൻ, തടയപ്പെട്ടവരായിരിക്കുന്നു. ഹറമ യഹ്രിമു ഹിർമാനൻ വഹിർമ. ഹറമ എന്ന് പറഞ്ഞാൽ തടയപ്പെടുക, ഹറാം എന്ന് പറഞ്ഞാൽ തടയൽ. ഹറമ യഹ്രിമു ഹിർമാനൻ ഫഹുവ ഹാരിമുൻ വൽ മഫ്ഊലു മഹ്റൂമുൻ, തടയപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ ബറക്കത്ത് നഷ്ടപ്പെട്ടവൻ. അൽ മഹ്റൂം യത്ലുബു ഫലാ യുർസഖ് വഹുവ ഖിലാഫുൽ മുബാറക്. മുബാറക്കിൻ്റെ ഓപ്പോസിറ്റാണ് എന്ത്? മഹ്റൂം. ലൈലത്തുൽ ഖദറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, വലാ യുഹ്റമു ഖൈറുഹ ഇല്ലാ മഹ്റൂമുൻ. അതിൻ്റെ ഖൈറ് മഹ്റൂമാണ്, തടയപ്പെടുന്നത്, ബർക്കത്ത് നഷ്ടപ്പെട്ടവൻ. അപ്പം നിങ്ങൾ പറയും ബൽ നഹ്നു മഹ്റൂമുൻ, ഞങ്ങൾ ബർക്കത്തില്ലാത്തവരാണ്, എന്ത് തുടങ്ങിയാലും നഷ്ടം, ഒരു ബർക്കത്തുമില്ല, എല്ലാം നഷ്ടത്തിൽ എന്ന് പറയുന്നൊരവസ്ഥ നിങ്ങൾക്കുണ്ടാകും. അങ്ങനെ നിങ്ങളെ എല്ലാവരെയും എല്ലാ സമയത്തും ആക്കാൻ അള്ളാഹുവിന് കഴിയുമായിരുന്നു. പക്ഷേ അങ്ങനെയല്ലല്ലോ. കൃഷി ചെയ്തിട്ട് അത് ലാഭകരമാകുന്നത് കൊണ്ടാണ് ഇവിടെ മനുഷ്യർ ജീവിച്ചു പോകുന്നത്. അതേ സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ ആളുകൾക്ക് വരുത്തി അള്ളാഹു കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് പാഠമാണ്, അത് പാഠമാണ്. അതേപോലെ എല്ലാവരെയും ആക്കാൻ ഏത് സമയത്തും ആക്കാനും കഴിയും. പക്ഷേ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. അള്ളാഹു പറയുന്നത് നിങ്ങൾക്ക് വിട്ടു തരികയാണ്. എല്ലാവരുടെ കച്ചവടവും പൊട്ടുന്നില്ല, ചിലരുടേതേ പൊട്ടുന്നുള്ളൂ. എന്തിനാണത്? ഇങ്ങനെ ആക്കാനും റബ്ബിന് കഴിയും. അതുകൊണ്ട് പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് അവൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് അവനെ അനുസരിച്ചുകൊണ്ട് നന്ദിയുള്ളവരാകൂ. ഈ ധിക്കാരവും അഹങ്കാരവും പൊങ്ങച്ചവും കളവ് പറയലും നിഷേധവും നിങ്ങൾ ഒഴിവാക്കൂ. നിങ്ങളൊന്നുമല്ല, നിങ്ങൾ ദുർബലരായ അള്ളാഹുവിൻ്റെ അടിമകളാണ്. യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ് ഇൻ യശഅ യുദ്ഹിബുകും വയഅതി ബിഖൽഖിൻ ജദീദ് വമാ ദാലിക അലല്ലാഹി ബിഅസീസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, മനുഷ്യരെ നിങ്ങൾ ഫഖീറുകളാണ്, പരമദരിദ്രന്മാരാണ് അള്ളാഹുവിലേക്ക്. അള്ളാഹുവാണ് സ്തുത്യർഹനും ധന്യനുമായിട്ടുള്ളവൻ. അവൻ ഉദ്ദേശിച്ചാൽ നിങ്ങളെ തന്നെ ഇല്ലാതാക്കി വേറുള്ളവരെ കൊണ്ടുവരും. അത് അള്ളാഹുവിന് വലിയ പ്രശ്നമുള്ള വിഷയമേ അല്ല. അതുകൊണ്ട് വിനയാന്വിതരായി അള്ളാഹുവിൻ്റെ മുന്നിൽ കീഴൊതുങ്ങുകയും ഖുർആനും സുന്നത്തും അനുസരിച്ച് തൗഹീദും സുന്നത്തും ഉൾക്കൊണ്ടുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കുകയും ചെയ്യണമെന്നാണ് ഈ വചനങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയം വരിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.